ആരാണ് ജിന്നുകൾ? ജിന്നുകളുടെ പ്രത്യേകത എന്താണ്? ജിന്നുകളെ നമുക്ക് കാണാൻ കഴിയുമോ? അതുപോലെ ജിന്നുകൾ വസ്ത്രം ധരിക്കുവോ? ജിന്നുകൾ ചെരുപ്പ് ധരിക്കുവോ? ജിന്നുകളുടെ ശല്യം നമുക്ക് വീട്ടിൽ ഉണ്ടാകാതിരിക്കാൻ മുത്തുനബി തങ്ങൾ ഓതാൻ പറഞ്ഞ സൂറത്ത് ഏതൊക്കെയാണ്? തുടങ്ങിയുള്ള ജിന്നുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഇന്നൊരു മറുപടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. എന്താണ് ജിന്നെന്നും അതുമായി ബന്ധപ്പെട്ട ജിന്നിനെ കുറിച്ച് ഒന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. നമുക്ക് ഓർമ്മ വെച്ച നാളെ പോലെ കേൾക്കാൻ തുടങ്ങിയാൽ ജിന്നാണെന്ന്, ആ ജിന്ന് എന്താണ് നമ്മൾ ഇന്ന് പഠിക്കുവാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിക്കുവാനും പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. വീണ്ടും ഒരു പ്രഭാതത്തിൽ നമ്മൾ ഈ ചാനലിലൂടെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അല്ലാഹു ആരോഗ്യം തന്നു, ആഫിയത്ത് തന്നു, ദീർഘായുസ്സും തന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഖൽബിൽ തട്ടി ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയവുമായി നിങ്ങളിലൂടെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സഞ്ചരിക്കുകയാണ്. ആരെയും ഇരുത്തി മുഷിപ്പിക്കാതെ വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നോട്ടുള്ള ഗമനം, സഞ്ചാരം. അങ്ങനെയാണ്. അള്ളാഹു നിലനിർത്താൻ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും നമ്മൾ പഠിക്കുന്ന വ്യത്യസ്തമായ വിഷയമാണ്. നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു തുടങ്ങുന്ന ഒരു കാര്യമാണ് ജിന്ന്. ജിന്ന് ജിന്ന് എന്താണപ്പ ഈ ജിന്ന്? ജിന്ന് വേണോ, അല്ലെങ്കിൽ ഓൾ എൻ്റെ ജിന്നാണ്, ഓൻ എൻ്റെ ജിന്നാണ് എന്നൊക്കെ നമ്മൾ പറയും. സത്യത്തിൽ എന്താണ് ഈ ജിന്ന്? എല്ലാവരും ഇന്നൊരു അമാനുഷികമായ ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ് അല്ലേ? ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, ശരിയല്ലേ? ജിന്നെന്നാൽ ഒരു വർഗമാണ്. ജിന്നെന്നാൽ ഒരു വർഗമാണ്. ആ പദം പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ കേട്ടോ, കുറഞ്ഞ സമയം കൂടുതൽ അറിവ്, അതാണ് നമ്മുടെ ആശയം. അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകും, ശ്രദ്ധയോടെ കേട്ടോളൂ. ജിന്നിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ജിന്നുകളെ കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറയാം. ആ ജിന്നിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ജന്ന എന്ന് പറഞ്ഞാൽ കാണാമറയത്തുള്ളത് എന്നർത്ഥം ഖുർആനിൽ കാണുന്നുണ്ട്. അതുപോലെ ഫലമ്മ ജന്ന അലൈഹിൽ ലൈല എന്നർത്ഥം ആയത്തിൽ ആ ജന്ന എന്നർത്ഥം അതെന്താണ്? കാണാമറയത്തുള്ളത് എന്നാണ്. അതുപോലെ ജുനൂൻ, അതുപോലെ ജനീൻ, അതുപോലെ മിജന്നത്ത്, പരിജ, ചാപിള്ള, ഭ്രാന്ത്, അങ്ങനെ പല അർത്ഥങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. എന്നാൽ ചുരുക്കത്തിൽ കാണാൻ കഴിയാത്ത ഒരു വർഗമാണ് ജിന്ന്. നമുക്ക് കാണാൻ കഴിയില്ല. ജിന്നിന്റെ യഥാർത്ഥ രൂപത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ആ ജിന്നിന് 5 പ്രത്യേകതകൾ ഉണ്ടെന്നാണ് നബി തങ്ങളുടെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ പ്രിയമുള്ളവരെ, അതുപോലെ ഹിവാറു സഹഫി മഅൽ ജിന്നിയിൽ മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് കാണാം. ജിന്നുകൾക്ക് 5 പ്രത്യേകതകളുണ്ട്. ഒന്ന്, വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഇതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇല്ലേ? ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്ക് അധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദ്ഹുദ് ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയർക്കഥ മറുകഥ കേട്ട ജബായല്ലോ. ബൽഖീസ് രാജ്ഞിയുടെ ചരിത്രം, സുലൈമാൻ നബിയുടെ ചരിത്രം, ജിന്നുകളുടെ വലിയൊരു ചരിത്രം എന്ന് പറയുന്നുണ്ട്. നിശാദ നമ്മൾ ചരിത്രം ആഴ്ചയിൽ ഒരിക്കൽ പറയാറുണ്ട്. അത് നമുക്ക് സുലൈമാൻ നബിയുടെയും സുലേഖ അതുപോലെ ബിൽഖീസ് രാജ്ഞിയുടെ ചരിത്രം നമുക്ക് അവിടെ പറയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തത് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. രണ്ടാമത്തത് ആകാശത്തിലേക്ക് കയറിപ്പോകാൻ ജിന്നുകൾക്ക് കഴിയും. 5 പ്രത്യേകതകളായി പറയണേ. ഒന്നാമത്തത് വേഗത്തിൽ സഞ്ചാരം. 2, ആകാശത്തിലേക്ക് കയറിപ്പോകും. കട്ട് കേൾക്കും. മലക്കുകളും പടച്ചവനും തമ്മിലുള്ള സംഭാഷണങ്ങൾ കട്ട് കേൾക്കും. അത് ആകാശത്തിലേക്ക് കയറിപ്പോയിട്ട. മൂന്നാമത്തത് പല രൂപത്തിലും പല കോലത്തിലും മാറാൻ കഴിയും ജിന്നിന്. ഏത് രൂപം വേണോ അത് സ്വീകരിക്കാൻ കഴിയും. നാലാമത്തത് കെട്ടിടങ്ങൾ പണിയാൻ വേഗത്തിൽ കഴിയും ജിന്നുകൾക്ക്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മുടെ കീഴക്കരയിൽ അല്ലെ, കീഴക്കരയിൽ ഒരു പള്ളി, ജിന്ന് വെച്ചൊരു പള്ളി എന്ന ചരിത്രം കാണാം അല്ലെ. അവിടെ നമുക്ക് അവിടെ പോയാൽ അവിടെ വാൽനോക്ക് കടൽക്കരയിൽ ഒരു പള്ളിയുണ്ട്, കണ്ടിട്ടുണ്ടോ? കീഴക്കരയിൽ ഒരു പള്ളിയുണ്ട്, ജിന്ന് വെച്ച പള്ളി എന്നാണ് അറിയപ്പെടുക. അത് മുന്തായിക്കോട്ടെ, ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കണില്ല. അപ്പൊ നാലാമത്തെ കെട്ടിടങ്ങൾ വെക്കാൻ അവർക്ക് കഴിയും. അഞ്ചാമത്തത് മനുഷ്യ ശരീരത്തിൽ കയറാനും ജിന്നുകൾക്ക് കഴിയും. ഈ 5 പ്രത്യേകതകൾ ജിന്നുകൾക്കുണ്ട്. അപ്പൊ മനുഷ്യവർഗത്തിന് മുമ്പ് തന്നെ ജിന്നുകളുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ എവിടെയാ പറഞ്ഞ? സൂറത്തുൽ ഹിജ്റിലൂടെ 26, 27 ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു, വലഖദ് ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബിൽ മിൻ നാരി സമൂം. ആദം നബിയെ പടയ്ക്കുന്നതിന് മുമ്പ്, ആദം നബിയെ സൃഷ്ടിക്കുമ്പോൾ അവിടെ ജിന്നുകൾ ഉണ്ടായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ സാക്ഷിയാണ്. അപ്പൊ മനുഷ്യന് മുമ്പ് ജിന്നുകൾ ഉണ്ടായി.
മനുഷ്യന് മുമ്പേ ഉള്ള ആളുകളാണ് ജിന്നുകൾ. ഇനി നമുക്ക് ജിന്നുകളെ കാണാൻ കഴിയോ? ജിന്നുകളെ കാണാൻ കഴിയും. സൂറത്തുൽ അറാഫിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നമുക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥ ജിന്നിന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് കോലം മാറുമ്പോൾ ആ കോലം ഏതാണോ ജിന്ന് സ്വീകരിച്ചത് അത് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ ജിന്നിന്റെ യഥാർത്ഥ കോലം നമുക്ക് കാണാൻ കഴിയില്ല. ഇനിയോ ജിന്നുകളുടെ രൂപം എങ്ങനെയാണ്, ജിന്നുകളുടെ ഭാവം എങ്ങനെയാണ്, അത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പച്ച നിറത്തിൽ ചില ജിന്നുകൾ ഉണ്ടാകും, പച്ച നിറത്തിലുണ്ടാകും. അതുപോലെ കുറച്ചൊക്കെ മനുഷ്യനോട് സാമീപ്യമുള്ളവരാണ് ഈ ജിന്നുകൾ. തല അല്പം വലുതാണ്. ജിന്നുകളുടെ തല മനുഷ്യന്റെ തലയേക്കാൾ വലിയ തലയാണ്. അതുപോലെ കണ്ണിന് അല്പം നീളം കൂടുതലാണ്, കണ്ണിന്റെ നീളം കൂടുതലാണ്. അതുപോലെ ചെവി മൃഗങ്ങളെ പോലെ നീളമുള്ളതാണ്. അതിന്റെ അടയാളങ്ങൾ വിധങ്ങൾ പഠിപ്പിച്ചെന്നാണ്. ജിന്നുകള് തല വലുതാണ്, കണ്ണു വലുതാണ്, അതുപോലെ മൃഗങ്ങളെ പോലെ ചെവി നീളമുള്ളതാണ് എന്നൊക്കെ ഹദീസുകളിൽ കാണാം. എന്നാൽ ജിന്നുകൾ രണ്ട് ഭാഗമുണ്ട്. മുസ്ലിം ജിന്നുമുണ്ട്, കാഫിർ ജിന്നുമുണ്ട്. മനസ്സിലായോ? നമ്മളെ മുസ്ലിമീങ്ങളും കാഫിർ എന്നതുപോലെ ജിന്നുകളിലും മുസ്ലിം ജിന്നുമുണ്ട്, കാഫിർ ജിന്നുകളുമുണ്ട്. മുസ്ലിം വിഭാഗത്തിലെ ജിന്നുകൾ കൂടുതലും പൂച്ച, കുതിര, സിംഹം എന്നിവരെ പോലെയാണ് കോലം മാർഗം. കൂടുതലും പൂച്ചയുടെ കോലത്തിലാണ് കൂടുതലും ജിന്നുകൾ വരാന്നാണ്. പൂച്ച, അതുപോലെ കുതിര, സിംഹം എന്നിങ്ങനെ കാണാം. ചില ജിന്നുകൾ പാമ്പിന്റെ കോലത്തിലും കടന്നു വരാറുണ്ട്, മുസ്ലിം ജിന്നുകൾ. ഇനിയോ കാഫിരീങ്ങൾ ജിന്നുകൾ കൂടുതലും നായയുടെ കോലമാണ് സ്വീകരിക്കുക എന്നുള്ളതാണ്. നായ ഒരു അത്ഭുത ജീവിയാണ്. നായയിൽ നിന്ന് പഠിക്കാനുള്ള 10 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? അത് നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട്. നായ നമുക്ക് തരുന്ന 10 പാഠങ്ങളാണ്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, പൂച്ച, സിംഹം, കുതിര, ഇതൊക്കെ മുസ്ലിമീങ്ങളായ ജിന്ന്, പാമ്പ്, ഈ കോലത്തിലൊക്കെ മുസ്ലിം ജിന്നുകൾ സ്വീകരിക്കാറുണ്ട്. അതുപോലെ നായയുടെ കോലത്തിലാണ് കൂടുതൽ കാഫിരീങ്ങളായ ജിന്നുകൾ സ്വീകരിക്കുക. കാഫിരീങ്ങളായ ജിന്നും പാമ്പിന്റെ കോലം സ്വീകരിക്കാറുണ്ട് എന്ന് നമുക്ക് കാണാം. അതുപോലെ മുസ്ലിം വിഭാഗത്തിലെ ജിന്നുകൾ പുരുഷന്മാർ മുസ്ലിമീങ്ങൾ മനുഷ്യരെ പോലെ താടി നീട്ടി വളർത്താറുണ്ട്. സ്ത്രീകൾ മുടി നീട്ടി വളർത്താറുണ്ട്. മുസ്ലിമായ ജിന്നുകൾ മുസ്ലിം പുരുഷന്മാരെ പോലെയാണ്, താടി നീട്ടി വളർത്തും, മുടി സ്ത്രീകൾ നീട്ടി വളർത്താറുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ഇനി ജിന്നുകൾ വസ്ത്രം ധരിക്കോ? ജിന്നുകൾ വസ്ത്രം ധരിക്കാറുണ്ടോ? വസ്ത്രം ധരിക്കാറുണ്ട്. മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രമാണ് കൂടുതലും അവർ ധരിക്കുന്നത്. മനുഷ്യന്മാർ ധരിക്കുന്ന വസ്ത്രം പോലെ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. എന്നാൽ മുസ്ലിം പുരുഷന്മാർ സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിന്റെ കൂടെ ഒരു മേൽത്തട്ടം കൂടി ധരിക്കാറുണ്ടെന്നാണ്. സാധാരണ വസ്ത്രം ധരിക്കുന്നതിന്റെ കൂടെ ഒരു മേൽത്തട്ടം കൂടി ധരിക്കാറുണ്ട്. കൂടുതലും ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് ആര് ധരിക്കുന്നത്? ജിന്നുകൾ ധരിക്കാറുള്ളത്. കൂടുതലും ചുമന്ന നിറത്തിലുള്ള വസ്ത്രമാണ് ആര് ധരിക്കുക? ചുമപ്പ്, പച്ച, വെള്ള, ഈ 3 നിറത്തിലുള്ള വസ്ത്രമാണ് കൂടുതലും ജിന്ന് ധരിക്കുക. ചുവപ്പ് കളറാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയോ ജിന്ന് ചെരുപ്പ് ധരിക്കുമെന്നാണ്. ജിന്നുകൾ വസ്ത്രം ധരിക്കും, മനസ്സിലായി? ചെരുപ്പ് ധരിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യംശി അഹദുക്കും ഫി നഅലിൻ വാഹിദ ഫഇന്ന ശൈത്വാന യംശി ഫി നഅലിൻ വാഹിദ എന്ന് പറഞ്ഞ മുസ്ലിം ജിന്നുകൾ ചെരുപ്പ് ധരിക്കാറുണ്ട്. എന്നാൽ അവിശ്വാസികളായ ജിന്നുകൾ ഒരു കാലിലേ ചെരുപ്പ് ധരിക്കാറുള്ളൂ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കാലിൽ ചെരുപ്പ് ധരിക്കല്ലേ, അത് ഇബ്ലീസിന്റെ കാഫിറായ ജിന്നിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജിന്ന് വസ്ത്രം ധരിക്കും, ചെരുപ്പ് ധരിക്കും, മുടി വളർത്തും, പല കോലത്തിൽ മാറും എന്നുള്ളതാണ്. അപ്പൊ ജിന്ന് നമ്മളെ ഉപദ്രവിക്കും ഉസ്താദെ, ജിന്ന് ഉപദ്രവിക്കും. ജിന്നിന്റെ ഉപദ്രവം കൂടുതലാണ്. ചിലപ്പോൾ മുസ്ലിം ജിന്നുകൾ ഉപദ്രവിക്കും. അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഉറപ്പായും അവർ നമ്മൾ ഉപദ്രവിക്കും. നമ്മൾ ഉപദ്രവിക്കണമെന്ന നിയത്തിലല്ല, അവരുടെ കാര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ, വല്യുപ്പന്മാർ, വല്യുമ്മമാര്, കാരണവന്മാർ പറയടാ, നട്ടുച്ച സമയത്ത് പുഴകളിൽ, തോടുകളിൽ പോകരുത് എന്ന് പറയുന്നത്. ആ നട്ടുച്ച സമയം അവർ കുളിക്കുന്നതും അതുമായി അവർ നടക്കുന്നതുമായ സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ, കുറെ നാളുകളെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ ഉടനടി ചെന്ന് കയറരുത്. അവിടെ ജിന്നിന്റെ സാമീപ്യം ഉണ്ടാവുന്നതാണ്. അതുപോലെ മരത്തിന്റെ പൊത്തുകൾ, അതുപോലെ പാറക്കല്ലിന്റെ ചെറിയ ഗുഹകൾ, ഇവിടെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? എടുപിടി എന്നും പറഞ്ഞ് ചെന്നുടനെ അകത്തേക്ക് കയറി പോകരുത്. അവിടെ ജിന്നുകളുടെ സാമീപ്യമുണ്ട്. നമ്മൾ വീക്ഷിച്ചതിന് ശേഷം നമുക്ക് ഓതാനുള്ളതൊക്കെ ഓതി, എന്താ ഓതേണ്ടത് പറഞ്ഞു തരാം, അതൊക്കെ ഓതി നമ്മൾ അകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടതിന് ശേഷം നമ്മുടെ ശരീരം അകത്തേക്ക് നമ്മൾ കയറ്റരുത്. അത് ജിന്ന് നമ്മളെ ശല്യപ്പെടുത്താനും നമ്മളെ ഉപദ്രവിക്കാനും കാരണമാകുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദെ, ഈ ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ഒരു സൂറത്തുണ്ട്. ഈ സൂറത്ത് നിങ്ങൾ ദിവസവും 3 വട്ടം പാരായണം ചെയ്യണം. രാവിലെ 3 വട്ടം, വൈകുന്നേരം 3 വട്ടം ചൊല്ലി അൽഹംദുലില്ലാഹ്
റാഹത്താണ്. അതല്ല ദിവസത്തിൽ ഒന്ന് ചൊല്ലിയാലും മതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഈ സൂറത്ത് എല്ലാ ദിവസവും 3 തവണ പതിവാക്കുന്നവർക്ക് ജിന്ന് നമ്മളെ ഭയപ്പെടുന്ന, നമ്മൾ ജിന്നിനെ പേടിക്കേണ്ട, ജിന്ന് നമ്മളെ ഭയപ്പെടും. ഏതാണ് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഏതാണ്? സൂറത്തുൽ ഖുറൈശ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ സൂറത്തല്ലേ. ഈ സൂറത്ത് 3 വട്ടം എല്ലാ ദിവസവും പതിവാക്കണം. അതോടൊപ്പം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരി വസ്വാസിൽ ഖന്നാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഈ സൂറത്തുകൾ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കണം. സൂറത്തുൽ ഖുറൈശ് 3 തവണ നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അത് നമ്മൾ പതിവാക്കണം. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയാം. സൂറത്തുൻ നാസ്, ഈ 4 സൂറത്തുകൾ നമ്മൾ പതിവാക്കണം. 3 വട്ടം ചൊല്ലണമെന്ന് എടുത്തു പറഞ്ഞത് സൂറത്തുൽ ഖുറൈശാണ്. അതോടൊപ്പം ഈ പറയുന്ന ദുആയും കൂടി നമ്മൾ പതിവാക്കണം. ഏതാണ്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ എന്ന് നമ്മൾ പതിവാക്കുക. 3 വട്ടം നമ്മൾ പതിവാക്കുക. എങ്ങനെ? വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ. ഒന്നുകൂടി കേട്ടോ. വഖുൽ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അയ്യഹ്ദുറൂൻ. നമ്മുടെ വീട്ടിൽ ഇത് ഇത്രയും നമ്മൾ ചൊല്ലിയിരിക്കണം, ജിന്നിന്റെ ശല്യങ്ങൾ ഉണ്ടാകാതെ. കൂടുതലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് ജിന്നിന്റെ ശല്യം ഉണ്ടാവാറ് പതിവ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, പുരുഷന്മാരെ ഉപദ്രവിക്കൂല എന്നല്ല, കൂടുതലും അവർ അട്രാക്റ്റീവ് ആവുക, ശരീരത്തിലേക്ക് കയറുക സ്ത്രീകളുടെ ശരീരത്താണ്. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാർ, സഹോദരിമാർ ശ്രദ്ധിക്കുക, ഇതൊക്കെ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിന്റെ ശർറിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ജിന്നുണ്ട്, നമ്മളെ സഹായിക്കുന്ന ജിന്നുകളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. മഹാനായ സുലൈമാൻ നബിയുടെ കൂടെ ഒരുപാട് ജിന്നുകൾ ഉണ്ടായിരുന്നു. ജിന്നുകളുടെ ഉസ്താദായിരുന്നു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം, സുലൈമാൻ നബിയുടെ ചരിത്രം നമുക്ക് വരും ആഴ്ചകളിൽ പഠിക്കാനുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ നമ്മൾ മുസ്ലിം ജിന്നുകളെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. കാഫിർ ജിന്ന് എന്ന് പറഞ്ഞ ഇബ്ലീസാണ്. എന്താണ് ഇബ്ലീസ്? ആ ഇബ്ലീസിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം ചർച്ച, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇബ്ലീസ് എന്താണ്, ഇബ്ലീസ് ആരാണ്, ഇബ്ലീസിന്റെ കോലം എന്താണ്, ഇബ്ലീസിന്റെ വിഭാഗം എന്താണ് എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞ ആ വിഭാഗത്തെ വിശാലമായി നമുക്ക് പഠിക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം ഇനി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരുമെന്ന ആത്മീയ മജ്ലിസ്, ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്, തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലുന്ന മജ്ലിസാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.